ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ശീതളിനെയും സ്വരമോളെയും മാർക്കറ്റിൽ വെച്ച് നമ്മുടെ സച്ചിൻ കൂട്ടിക്കൊണ്ടുപോരുകയാണല്ലോ. അവിടെ വന്ന് സ്വരമോളാണെങ്കിൽ കാർട്ടൂണും അതുപോലെ ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയം നമ്മുടെ ശീതളാണെങ്കിൽ ടെൻഷൻ അടിച്ച് മരിക്കാറായി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ താൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകുമെന്നുള്ള ഒറ്റ ചിന്തയിലാണ് ശീതൾ നിൽക്കുന്നത്. അപ്പം കുഞ്ഞും അതുപോലെ ശീതളും കൂടി പോയിട്ട് അധിക സമയമായി. അവരെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ശീതളിനെ വിളിക്കുകയാണ്. പക്ഷേ ശീതളിന്റെ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ശീതൾ കോൾ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പം അനന്യയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ, ശീതളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, അവളെ വിളിച്ചിട്ട് ഫോൺ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പം, മോളെ ഞാൻ ഒരുപാട് തവണ അവളെ ട്രൈ ചെയ്തു, ദാ ഇപ്പം നോക്കുമ്പം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, മോൾ സമാധാനപ്പെട്, അമ്മ വീണ്ടും വിളിച്ചു നോക്കാന്നും പറഞ്ഞ് സുമിത്ര അങ്ങോട്ട് പോകുന്ന ആ ഒരു സമയം ദാ സച്ചിനാണെങ്കിൽ, ശീതളെ ഞാൻ നിന്റെ ഫോൺ പിടിച്ചു വെക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷേ എല്ലാത്തിനും കാരണക്കാരിയായിട്ടുള്ളത് നിന്റെ അമ്മയാണ്. ഞാൻ ഒരുപാട് തവണ നിന്നോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിന്റെ വീട്ടിൽ വന്നതാണ്. ആ സമയത്തൊന്നും നിന്റെ അമ്മയ്ക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനോ നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനോ ഒന്നും പുള്ളിക്കാരി തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും കേട്ട് മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം ശീതള എന്നും പറഞ്ഞ് സച്ചിനാണെങ്കിൽ ശീതളിനെ ഭീഷണിപ്പെടുത്തുമ്പോൾ, സച്ചിൻ നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. ദേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ സ്വരമോളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, സ്വരമോളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഞാൻ അമ്മയോട് സംസാരിക്കാം. അത് കഴിയുമ്പം ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരാമെന്നുള്ളൊരു വാക്ക് ശീതൾ കൊടുക്കുമ്പോഴത്തേക്കിനും, ശീതളെ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി, അതുകൊണ്ട് ഇത്തവണ നീ പെട്ടത് തന്നെയാണ്. കുഞ്ഞും നീയും ഇനി കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്ക്, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഒരുപാട് ദിവസം ആയല്ലോ നീ എന്നെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതെയൊക്കെ ഇത്രയും ദിവസം ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുക. അപ്പം പെട്ടെന്ന് തന്നെ സുമിത്രയുടെ കോള് വീണ്ടും വരികയാണ്. ദേ നിന്റെ അമ്മയായി വിളിക്കുന്നത്. ഇവരെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യാം, നിന്റെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് സച്ചിൻ ശീതളിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. അപ്പം ശീതൾ പറയുന്നുണ്ട്, സച്ചിനെ ദയവ് ചെയ്ത് നീ അങ്ങനെ ചെയ്യരുത്, എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ അമ്മയോട് സംസാരിക്കാനുള്ള ഒരു അവസരം അത് നീ ഒരുക്കി തരണമെന്നും പറഞ്ഞ് സച്ചിനോട് കെഞ്ചുന്ന ആ ഒരു സമയം സച്ചിൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയാടി എല്ലാത്തിനും കാരണക്കാരിയായിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഫോൺ ഇവിടെ അനങ്ങാതെ അവിടെ ഇരുന്നോളും. അപ്പം സച്ചിൻ ഇങ്ങനെ ഒച്ചയെടുക്കുന്ന സമയത്ത് നമ്മുടെ സ്വരമോളൊന്ന് സച്ചിനെ നോക്കി. ശരിക്കും പറഞ്ഞാൽ അങ്കിള് വലിയ കാര്യമായിട്ടൊക്കെയാണ് കൊച്ചിനോട് സംസാരിച്ചെങ്കിലും ഇപ്പം സച്ചിന്റെ സൗണ്ട് കൂടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സ്വരമോള് പേടിച്ചു. സ്വരമോള് സച്ചിനെ ദയനീയ ഭാവത്തോടു കൂടി നോക്കുമ്പോഴത്തേക്കിനും സച്ചിൻ പറയുന്നുണ്ട്, മോള് പേടിച്ചു പോയോ? മോള് പേടിക്കണ്ട കേട്ടോ, ദേ മോൾക്ക് ഇനി ഐസ്ക്രീം വേണമെങ്കിൽ അങ്കിള് തരാമല്ലോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് വേണോ, എന്താ മോൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം, വേണ്ടെങ്കില് ഇപ്പോൾ ഒന്നും വേണ്ട ആൻറ്റി, നമുക്ക് പോവേണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, പോവാം മോളെ, സമാധാനപ്പെടും കേട്ടോ, മോള് കുറച്ച് സമയം കൂടി TV കണ്ടോ എന്നും പറഞ്ഞ് ശീതൾ കൊച്ചിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലും, ദേ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സ്വരമോൾക്ക് അത് പ്രശ്നമായിട്ട് വരും. ഞാൻ ഈ കൊച്ചിനെ ഉപദ്രവിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നതും കേട്ട് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്ക്, സ്വരമോളും നീയും കുറച്ചു ദിവസം എന്നോടൊപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ ഭ്രാന്ത് മുഴുവൻ നമ്മുടെ ശീതളിന്റെ അടുത്ത് എടുക്കുകയാണ്. അപ്പൊ ശീതളാണെങ്കിലോ ഇവന്റെ അടുത്ത് നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവൻ വയലന്റ് ആവും. അതുകൊണ്ട് തന്നെ ഇവന്റെ കാര്യങ്ങൾ തന്ത്രപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും കൊച്ചുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പോകണമെന്നും പറഞ്ഞ് ശീതൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശീതൾ അങ്ങനെ അങ്ങ് ആ റൂമിലേക്ക് പോകുന്ന ആ ഒരു സമയം സച്ചിനാണെങ്കിൽ സ്വരമോളെ കളിപ്പിച്ച് അവിടെ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഇച്ചിരി കഴിഞ്ഞ് നമ്മുടെ ശീതൾ വന്ന് നോക്കുമ്പം സച്ചിൻ നല്ല ഉറക്കമാണ്. അപ്പം സച്ചിൻ്റെ ഫോൺ അടിച്ചു മാറ്റിയാലോ എന്നുള്ളൊരു ചിന്ത ശീതളിനുണ്ടെങ്കിലും പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്നും എന്ത് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശീതൾ സച്ചിനെ പതിയെ തട്ടി വിളിക്കുകയാണ്. അപ്പം സച്ചിൻ ഉറക്കം ഉണർന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിനെ ആ ഫോണൊന്ന് തരുമോ, ഇത്രയും സമയമായി, അമ്മയും അനന്യ ചേച്ചിയും ഒക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും, ഞാനൊന്ന് വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ഫോൺ തിരികെ തരാമെന്ന് പറയുമ്പം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്നാ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട്, ഇനി നീ ഈ ഫോൺ കയ്യിൽ വെച്ചോ, നിന്റെ അമ്മ വിളിക്കുകയോ നിന്റെ അമ്മയെ നീ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ
എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ശീതളിന് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണമെന്ന് പറഞ്ഞു. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്വരമോളോട് പറയുന്നുണ്ട്, സ്വരമോളെ ഇനി മതി, മോള് TV കണ്ടത് മതി, കുറച്ച് സമയം അങ്കിളിന്റെ കൂടെ ഇരുന്ന് മൊബൈലിൽ കളിച്ചോ എന്ന് പറയുക. അപ്പം കൊച്ചാണെങ്കിലോ എന്നാ ശരിയെങ്കിലേ നമുക്ക് ഫോണിൽ ഗെയിം കളിക്കാന്നും പറഞ്ഞ് നമ്മുടെ സച്ചിന്റെ മടി കയറി സ്വരമോൾ ഇരുന്നു. അപ്പം ശീതളാണെങ്കിലോ എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കാന്നും പറഞ്ഞ് അവള് കിച്ചണിലേക്ക് പോവാണ്. അപ്പൊ ഈ അനന്യക്കാണെങ്കിലോ ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. അപ്പം അനന്യ നമ്മുടെ അനിരുദ്ധിനെ വിളിക്കുക, അനി നീ എന്തെടുക്കുക, ഞാൻ നിന്നെ വിളിച്ചതേ എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. സ്വരമോളയും കൊണ്ട് ശീതള പോയിട്ട് ഇത്രയും സമയമായി, രണ്ടുപേരും വീട്ടിലെത്തിയിട്ടില്ല, നീ ഒന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എടി നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, എന്തായാലും ശീതളല്ലേ കൊച്ചിനെ കൊണ്ടുപോയിരിക്കുന്നത്, അവള് തിരികെ കൊണ്ടുവരും, നീ സമാധാനപ്പെട് എന്നും പറഞ്ഞ് അനന്യയെ ആശ്വസിപ്പിക്കുമ്പം അനന്യ ഒരു വാക്ക് പറയാണ്, അതെ ഞാൻ കുറച്ച് സമയം കൂടി കാക്കും, എന്നിട്ടും കണ്ടില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം സുമിത്ര അങ്ങോട്ട് വരികയാണ്. മോളെ നീ അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അമ്മയും കൂടി പോയി കുഞ്ഞിനെ അന്വേഷിക്കാമെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ മാർക്കറ്റിലേക്ക് പുറപ്പെടുകയാണ്. അപ്പം ഈ സച്ചിൻ സ്വരമോളോട് ഒളിച്ചു കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ സ്വരമോളാണെങ്കിൽ കളിക്കാമെങ്കിലേ എന്നാ ഒരു കാര്യം ചെയ്യും, ശീതൾ ആന്റി മോളും കൂടി മേളിലത്തെ നിലയിൽ പോയി അവിടെ പോയി പാത്തിരുന്നോ, അപ്പം അങ്കിള് നിങ്ങൾ എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാന്ന് പറയുകയാണ്. അങ്ങനെ തന്ത്രപൂർവ്വം സച്ചിൻ നമ്മുടെ ശീതളിനെയും സ്വരമോളയും ഒരു റൂമിലിട്ട് ലോക്കാക്കുകയാണ്. പക്ഷേ ശീതളിനറിയാം ഇവന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നതെന്ന്. ആ തക്ക സമയത്ത് തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിലും സച്ചിന്റെ വീട്ടുപടിക്കൽ വന്ന് ബെല്ലടിക്കുകയാണ്. അപ്പം ബെല്ലടി കേട്ടതും ആരാ സച്ചിനെ വന്നേന്ന് ശീതൾ ചോദിക്കുന്നുണ്ട്. ശീതൾ ചോദിക്കുമ്പോഴും സച്ചിൻ പറയുന്നുണ്ട് അത് പരിചയമില്ലാത്ത ആരോ ആയിരിക്കും, എന്തായാലും നമ്മുടെ സച്ചിൻ അറിയാം സുമിത്രയായിരിക്കും അന്വേഷിച്ചു വന്നതെന്ന്. സച്ചിൻ താഴെ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സുമിത്ര തന്റെ മകളെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അപ്പം സച്ചിനെ കണ്ട സുമിത്ര തന്റെ വരവിന്റെ ഉദ്ദേശമൊക്കെ പറയാണ്, അതെ നീ ശീതളിനെ വിളിക്കുകയോ ശീതളിനെ കാണുകയോ ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല ആന്റി, 2 ദിവസം മുന്നേ ഞാൻ അവളെ ഒന്ന് വിളിച്ചായിരുന്നു, പക്ഷെ അവള് ഫോണൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, ആന്റി ഇപ്പൊ ഇവിടെ നിൽക്കുമല്ലേ, ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാന്നും പറഞ്ഞ് സുമിത്രയുടെ മുന്നിൽ വെച്ച് തന്നെ സച്ചിൻ ശീതളിനെ കോൾ ചെയ്യുക. സച്ചിന് നല്ല ഉറപ്പുണ്ടല്ലോ, അവന്റെ കൈവശമാണ് ഫോൺ ഇരിക്കുന്നത്, ഫോൺ സ്വിച്ച് ഓഫും ആണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ സ്വരമോൾക്ക് ചെറിയൊരു പേടിയായി. അല്ല ആന്റി, അങ്കിള് ഒളിച്ചു കളിക്കാന്നും പറഞ്ഞ് നമ്മൾ ഈ റൂമിൽ ഇരുത്തിയിട്ട് കുറെ സമയം ആയല്ലോ, അങ്കിളിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സ്വര പതിയെ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന സമയം സ്വരക്ക് മനസ്സിലായി വാതിൽ പുറത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് എന്ന്. അങ്ങനെ സ്വരമോള് ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ശീതളാണെങ്കിൽ മോളെ ഇങ്ങി വന്നേ, നമുക്ക് ഈ പാവയെ വെച്ച് കളിച്ചാലോ എന്ന് ചോദിക്കുമ്പം അതിന് അങ്കിള് പറഞ്ഞത് ഒളിച്ചു കളിക്കാന്നല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പാവയെ വെച്ച് കളിക്കുന്നതെന്നും പറഞ്ഞ് കൊച്ചാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുക. അപ്പൊ ആ സമയമാണെങ്കിൽ സുമിത്ര സച്ചിനെ നല്ലതുപോലെ നിരീക്ഷിക്കുന്നുണ്ട്. സുമിത്രയ്ക്ക് മനസ്സിലായി ഇവന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ടെന്നും തന്റെ മകളും കൊച്ചുമകളും ഒക്കെ ഈ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യവും. അങ്ങനെ എന്തായാലും നമ്മുടെ സുമിത്ര സച്ചിന്റെ വീട്ടുപടിക്കൽ വരെ എത്തി നിൽക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുടുംബവിളക്കിന്റെ വിശേഷത്തിലുള്ളത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്